അങ്ങനെ സിനിമകൾ കൂടുതലായിട്ട് കണ്ടു. പിന്നെ തൊട്ടടുത്ത് തിയേറ്ററാണ്. ഈ നരസിംഹവും CID മ്യൂസിയൊക്കെ തന്നെ ഒരുപാട് വട്ടം അന്ന് കണ്ടിട്ടുണ്ട്. പുറത്ത് നിന്നിന്റെ വോയിസ് കോട്ടൻ നസീർ പറഞ്ഞിട്ടുണ്ട്. നസീറിന്റെ വീടിന്റെ അടുത്ത് തിയേറ്റർ ആയിരുന്നു. എന്നിട്ട് അതിന്റെ പുറത്ത് നിന്നിട്ട് ഈ ശബ്ദം കേട്ട് 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 ആ ശബ്ദമാണ്. അങ്ങനെയാണോ നീ പഠിച്ചത്? പിന്നെ ചേട്ടനല്ലേ ഫസ്റ്റ് മിമിക്രി തുടങ്ങി. അപ്പോൾ ചേട്ടൻ വീട്ടിൽ നിന്ന് എന്നെ ഫർഗീസ്, മധു, ഉമ്മർ എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. ഇതെന്താണ് ഇവൻ എന്താണ് ഈ കാണിക്കണമെന്ന് നോക്കിയിട്ട് ഞാനും കൂടെ ചെയ്തു നോക്കിയതാണ്. അപ്പോഴാണ് പക്ഷെ കോളേജിൽ എത്തിയപ്പോഴാണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള നമ്മുടെ ഉള്ളിൽ ഇതല്ലാതെ എല്ലാവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് മനസ്സിലാവുന്നപ്പോഴാണ് കോളേജിലെത്തിയപ്പോൾ. അപ്പോൾ സാറുമാരെയൊക്കെ അനുകരിച്ച് തുടങ്ങി, കൂട്ടുകാരെ അനുകരിക്കാൻ തുടങ്ങി. പിന്നെ ഒരു മിമിക്രി ട്രാക്കിൽ വന്ന് തൊട്ടടുത്ത് നിന്ന് സംസാരിക്കണ ഒരാളുടെ ശബ്ദത്തിൻ്റെയും ബോഡി ലാംഗ്വേജൊക്കെ അറിയാണ്ട് ശ്രദ്ധിച്ചു പോകും. അങ്ങനെയാണ് ഓരോ ശബ്ദം. അതെ. ആളുകൾ പറയും ഭയങ്കര ഒബ്സർവേഷനാന്നൊക്കെ പറയും. വിനീത് ശ്രീനിവാസനെ ഞാൻ ഒട്ടും ഒബ്സർവ് ചെയ്യാണ്ട് അനുകരിച്ചതാണ്. എല്ലാവരും പറയും ഞാൻ കൈ വെക്കുമ്പോൾ വിനീത്, ഇപ്പം കൈ വെക്കുമ്പോൾ പിണറായി ഒക്കെ കയറി വരും. അതാണ് പ്രശ്നം.